ഹായ് ഗൈസ്, വൈസ് ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും തുടർന്നും ആ സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാവുമെന്ന വിശ്വാസത്തിൽ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഒറ്റ മിനിറ്റ്, വീഡിയോ കാണുന്നതിന് മുമ്പ് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും കൂടെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു പ്രൊഡക്റ്റ് അത് തികച്ചും വ്യത്യസ്തമായ ഒന്നുമല്ല, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ബോട്ടിന്റെ സ്റ്റോൺ 1000 എന്ന ഒരു പേരിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഓക്കെ, നമുക്ക് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ പുറത്ത് എന്തൊക്കെ നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിലായിട്ട് ടേക്ക് ദ പാർട്ടി വിത്ത് യു എന്നും, മുകളിൽ ബോട്ട് എന്നും, 40 വാട്ട് സ്റ്റീരിയോ സ്പീക്കർ ആണെന്നും, വാട്ടർ റെസിസ്റ്റന്റ് ആണെന്നും, റൂഗഡ് ഡിസൈൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നും, റൈറ്റ് സൈഡിലായിട്ട് സ്റ്റോൺ 1000 ബ്ലൂടൂത്ത് സ്പീക്കർ. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടിന്റെ ആ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ അതിന്റെ പവറിന്റെ കാര്യങ്ങളും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. ലൗഡ് 40 വാട്ട് ഡൈനാമിക് സ്പീക്കർ വിത്ത് പവർഫുൾ ബാസ്, IPX റേറ്റഡ്, വാട്ടർ റെസിസ്റ്റന്റ്, സൂപ്പർ കൺട്രോൾ ഫോർ സ്വിഫ്റ്റ് ഫങ്ഷനിങ്, എംബഡഡ് മൈക്രോഫോൺ ഫോർ കോൺഫറൻസ് കോൾ, ഇൻക്രീസബിൾ 3000 mAh ബാറ്ററി, അപ് ടു 8 hours ഓഫ് നോൺ സ്റ്റോപ്പ് പ്ലേബാക്ക് എന്നും ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പ്ലഗ് ഇൻറ്റു നിർവാണ എന്നൊരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ഹാൻഡിൽ ബാർ, ഒരു ഹാൻഡിൽ ബാർ നമുക്കതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. 14 വാട്ടിൻ്റെ RMS സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് ഇതിനുള്ളത്. ബ്ലൂടൂത്ത് 2.1 വെർഷനാണ്. 10 മീറ്റർ റേഞ്ച് കമ്പനി ഇതിന് പറയുന്നുണ്ട്. ലിത്തിയം അയോൺ ബാറ്ററിയാണ്. ഒരു 50% വോളിയത്തിൽ വെച്ച് നമുക്കൊരു 8 മണിക്കൂർ വരെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. 2.5 മണിക്കൂർ കൊണ്ട് ഇത് നമുക്ക് ഫുൾ ചാർജായി കിട്ടും. ഇതിന്റെ മെയിൻ ഇത് വാട്ടർ പ്രൂഫ് ആണ് എന്നുള്ളതാണ്. കോളൊക്കെ വിളിക്കാനായിട്ട് മൈക്കും ആഡ് ചെയ്തിട്ടുണ്ട്. IPX5 മാർക്ക് വാട്ടർ ഡസ്റ്റ് ഷോക്ക് റെസിസ്റ്റൻസ് പവർ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ പ്ലേ പോസ് ബട്ടണും, മെനു ബട്ടണും, വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും, കൂടാതെ ലെഫ്റ്റ് റൈറ്റ് എന്നീ ബട്ടണുകളെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഒന്നുമില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ടൊരു DC 5 വോൾട്ടിനുള്ള ചാർജ് കണക്ട് ചെയ്യാനും ഓക്സിജനും ഒക്കെയുള്ള ഒരു സ്ലോട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്കിത് തന്നിരിക്കുന്ന ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ട് എന്നും നമുക്കൊന്ന് നോക്കാം. ഈ ബോക്സിൽ ഒരു യൂസർ മാനുവലാണ്. കൂടാതെ 1 year മാനുഫാക്ചറർ വാറണ്ടി കാർഡും ഇതിൻ്റെ ഒപ്പം നൽകുന്നുണ്ട്. ബോക്സ് കേബിളും റീചാർജബിൾ മൈക്രോ USB കേബിളും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ബോക്സിലുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ബോക്സ് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്ക് ഈ സ്പീക്കറിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ സ്പീക്കർ നമ്മുടെ ഫോണുമായി ഒന്ന് ബ്ലൂടൂത്ത് വഴി ടെതർ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. കിടുക്കിച്ച് കളഞ്ഞു. പക്ക ബാസും നല്ല ക്ലാരിറ്റി സൗണ്ടും, അങ്ങനെ പതർച്ചയൊന്നുമില്ല. നല്ല പക്ക സൗണ്ട്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഒരു മാരക പ്രൊഡക്റ്റാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫുള്ളി സാറ്റിസ്ഫൈഡ്, ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഒക്കെയാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ട് ക്ലാരിറ്റി ഒക്കെ. ചെറിയൊരു ഇടിമുഴക്കം എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ മാതിരിയുള്ള സൗണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
സോ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരുന്നു. ഇതിലും നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ.